السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മിൽ നിന്ന് മൺമറഞ്ഞ മുഴുവൻ ആളുകൾക്കും അവന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് പ്രത്യേകമായി വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. നാമുമായി ബന്ധമുള്ള പലരും രോഗികളാണ്, പ്രയാസമുള്ളവരുണ്ട്. അല്ലാഹു എല്ലാവർക്കും ആജിലായ ശിഫാഇനെ പ്രദാനം ചെയ്യട്ടെ. ജീവിക്കുന്ന കാലമത്രയും ഇബാദത്തോടെ റബ്ബിന്റെ ത്വഅത്തിലായി ഈമാനോടെ ജീവിക്കാനും വഫാത്തിന്റെ നേരത്ത് കലിമ ചൊല്ലി പൂർണ്ണ ഈമാനോടെ ലോകത്തോട് വിട പറയാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ അമലുകൾക്ക് പുണ്യവും പ്രതിഫലങ്ങൾക്ക് വർധനവും ലഭിക്കുന്ന പവിത്രമായ റജബ് മാസത്തിന്റെ അവസാനത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു ഈ റജബിൽ നമ്മളോട് ചോദിക്കുവാൻ ആവശ്യപ്പെട്ടിട്ടുള്ള ബറക്കത്തുകളെ, നമ്മുടെ അശ്രദ്ധകളും നമ്മുടെ ഒഴിവ് കഴിവുകളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ ബറക്കത്തുകൾ നൽകി അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ റജബിന്റെ 27-ആണ്. റജബ് മാസത്തിന്റെ 27-ലാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്തുകളിൽ വളരെ പ്രധാനപ്പെട്ട ഇസ്റാഉം മിഅ്റാജും ഉണ്ടായത്. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിക്കുന്ന കാലത്ത് ഹിജ്റയുടെ ഒരു വർഷം മുമ്പാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറഞ്ഞയക്കുകയും ബുറാഖ് എന്ന സവിശേഷമായ വാഹനത്തിലേറി മക്കയിൽ നിന്ന് കാതങ്ങൾ അകലെയുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്കും അവിടുന്ന് പിന്നീട് 7 വാനങ്ങൾ കടന്ന് സിദ്റത്തുൽ മുന്തഹയും കടന്ന് അള്ളാഹുവുമായിട്ടുള്ള സവിശേഷമായ ലിഖാഇന് റബ്ബ് അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നിരവധി ദൃഷ്ടാന്തങ്ങളെ റബ്ബ് കാണിച്ചു കൊടുത്ത അവിടുത്തെ മുഅ്ജിസത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഅ്ജിസത്ത് സംഭവിച്ച ദിവസമാണ് റജബ് 27. ആ ദിവസത്തിന്റെ പുണ്യം സ്വീകരിക്കുവാനും ഉൾക്കൊള്ളുവാനും മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മളോട് ഉപദേശിച്ച പോലെ ആ ദിവസത്തിൽ നോമ്പെടുക്കുവാനും അല്ലാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. ഇസ്റാഉം മിഅ്റാജും വിശ്വാസികൾക്ക് നൽകുന്ന അനേകം പാഠങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജ് കഴിഞ്ഞ് തിരിച്ചു വന്ന് തന്റെ മക്ക നിവാസികളോട്, ഖുറൈശികളോട് വിവരം പറഞ്ഞപ്പോൾ ആദ്യം തന്നെ അവർ അതിനെ പരിഹസിക്കുകയാണ് ചെയ്തത്. എങ്ങനെയാണ് ഒറ്റ രാത്രി കൊണ്ട് ആകാശം കയറിപ്പോയി മടങ്ങി വരാൻ കഴിയുക? ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് 40-50 ദിവസങ്ങൾ യാത്ര ചെയ്തെത്തേണ്ട ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് ഒറ്റ രാത്രി കൊണ്ട് മടങ്ങിയെത്തുക? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളം പറയുകയാണെന്ന് അവർ പ്രചരിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നുബുവത്തിന്റെ യാഥാർത്ഥ്യത്തെ അവർ നിരാകരിക്കുവാൻ വരെ അത് കാരണമാക്കി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവരെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഇതൊരു അവസരമാക്കി ഉപയോഗപ്പെടുത്താൻ ശ്രമിച്ചു. പക്ഷേ മിഅ്റാജിന്റെ രാത്രി കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വന്ന വിവരമറിഞ്ഞപ്പോൾ അവിടുത്തെ നാവിൽ നിന്ന് പോലും കേട്ടിട്ടില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശികളിൽ നിന്നാണ് കേട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇന്നലെ അങ്ങനെ ഒരു യാത്രയുണ്ടായിരുന്നു, ആകാശാരോഹണം. എല്ലാം കഴിഞ്ഞ് ഒറ്റ രാത്രി കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പോലും അറിഞ്ഞിട്ടില്ല വീട്ടിൽ നിന്ന് പോയത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയി വന്ന വിവരം ഇങ്ങനെ വന്ന് അത്ഭുതം പറയുന്നു, അതിശയോക്തി പറയുന്നു എന്ന് കേട്ടപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ശത്രുക്കൾ വന്നിട്ട് പറയാണ്, നിങ്ങളുടെ കൂട്ടുകാരൻ ഇതാ അത്ഭുതങ്ങൾ കള്ളമായി പറയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോ അവിടുത്തെ മറുപടി എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇദൻ നുസദ്ദിഖ്, ഞാനതിനെ 100% വിശ്വസിക്കുന്നു. അവിടുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ വാക്കുകളെ നേരിട്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അനുഭവിച്ചിട്ടില്ല. തിരുദൂതർ സിദ്ദീഖ് തങ്ങളോട് നേരിട്ടത് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടുന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ വിശ്വസിക്കുന്നു.
ആ വിശ്വാസത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത പേരാണ് സിദ്ദീഖ്. ഏറ്റവും ശക്തിയോടുകൂടി വിശ്വസിക്കുന്നവർ. നോക്കൂ, ഇസ്രാ മിഅ്റാജിന്റെ പാഠങ്ങൾ നമുക്ക് നൽകുന്ന ഒന്നാമത്തെ സന്ദേശം, പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിൽ നമ്മൾ കാണുന്ന നമ്മുടെ കേവല യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത അത്ഭുത വിവരങ്ങളൊക്കെ നമ്മൾ നുബൂവത്തിന്റെ അതരങ്ങളിലൂടെ കേൾക്കുമ്പോൾ സിദ്ദീഖിയായ ഈമാനോടുകൂടി അത് വിശ്വസിക്കണമെന്നതാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ അത് വിശ്വസിച്ചുവോ, മറ്റു സ്വഹാബത്ത് എങ്ങനെ അതിനെ മനസ്സിൽ ഉൾക്കൊണ്ടുവോ അതുപോലെ സ്വീകരിക്കണം എന്നതാണ്. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളൊക്കെയും അങ്ങനെയാണ്. ഈമാൻ കാര്യങ്ങൾ ഓരോന്നെടുത്ത് പരിശോധിച്ചാലും നമുക്കൊരു പക്ഷെ കേവല യുക്തി കൊണ്ട് അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. 6 ഈമാൻ കാര്യങ്ങളും അദൃശ്യ കാര്യങ്ങളാണ്. പക്ഷെ നമ്മുടെ വിശ്വാസം കല്ലിൽ കൊത്തിവെക്കപ്പെട്ട എഴുത്തുപോലെ മാഞ്ഞു പോകാത്ത ഉറപ്പുള്ള വിശ്വാസമായിരിക്കണം, യഖീനോടുകൂടിയുള്ള വിശ്വാസമായിരിക്കണം. ലോകത്ത് നോക്കൂ, ശത്രുക്കൾ അന്നും അവർ പറഞ്ഞ ഭൗതികവാദമാണ്, മെറ്റീരിയലിസ്റ്റ് വാദമാണ്. ഇന്നും ഇസ്ലാമിന്റെ ചില ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദേഹം കൊണ്ട് ആകാശാരോഹണം നടത്തിയിട്ടില്ല, എങ്ങനെയാണ് ഈ ദേഹം കൊണ്ട് ആകാശത്തേക്ക് പോകാൻ കഴിയുക? ഭൂമി പോലെയല്ലല്ലോ ആകാശം, ആകാശങ്ങളെ എങ്ങനെ മറികടന്നുകൊണ്ട് പോകാൻ കഴിയും എന്ന് കേവല യുക്തി കൊണ്ട് ആലോചിച്ചുകൊണ്ട് അതിനെ നിരാകരിക്കുകയും അതിന്റെ യാഥാർത്ഥ്യത്തെ നിഷേധിക്കുകയും ചെയ്യുന്ന ആളുകൾ ഇന്നുമുണ്ട്. അവർക്ക് അല്ലാഹുവിന്റെ ലോകത്തെക്കുറിച്ച്, റബ്ബിന്റെ തീരുമാനങ്ങളെക്കുറിച്ച് നിശ്ചയമില്ലാത്തത് കൊണ്ടാണ്. ആകാശം പോയിട്ട് ഈ ഭൂമിയിൽ നിൽക്കാൻ നമുക്ക് കഴിവുണ്ടോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുവിന് മാത്രമാണ് സർവശക്തിയും, അധികാരം റബ്ബിന് മാത്രമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മനുഷ്യനൊരു കഴിവുമില്ല. വഅന്നൽ ഖുവത ലില്ലാഹി ജമീഅൻ. എല്ലാ അധികാരങ്ങളും കരുത്തും റബ്ബിന് മാത്രമാണ്. ആകാശത്തേക്ക് കയറിപ്പോകാനുള്ള കഴിവ് പോയിട്ട് ഭൂമിയിൽ നിവർന്നു നിൽക്കാൻ, ഒന്ന് ശ്വസിക്കാൻ നമുക്ക് കരുത്തുണ്ടോ? ഒന്ന് ശ്വസിക്കാൻ വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചിട്ടുണ്ട്, നിങ്ങൾക്കൊരു ഈച്ചയെങ്കിലും നിർമ്മിക്കാൻ കഴിയുമോ എന്ന് ഖുർആൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്ത് കരുത്താവുള്ളത്, എന്ത് ശക്തിയാവുള്ളത്? ഞാൻ എന്റെ കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നതും എന്റെ വായിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നതും എന്റെ ഉള്ളിലുള്ള 2 ദ്വാരങ്ങളിൽ നിന്ന് ഒരു ദ്വാരത്തിലൂടെ മാത്രം വെള്ളം എന്റെ അന്നനാളത്തിലൂടെ ഉള്ളിലേക്ക് പോവുകയും ശ്വാസനാളത്തിലേക്ക് അത് പ്രവേശിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്റെ കരുത്തോ കഴിവോ കൊണ്ടല്ല, അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ്. റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള സംവിധാനമാണ്. എന്റെ വായിലേക്ക് ഞാൻ കൊണ്ടുപോയ വെള്ളം ആ താടയെല്ലിനെ എന്റെ വായിലെ മസിലുകൾ ഉപയോഗിച്ച് എനിക്ക് ഉള്ളിലേക്ക് ഇറക്കാൻ എനിക്ക് ലഭിക്കുന്ന കഴിവ് റബ്ബ് എനിക്ക് നൽകിയ ഫضലാണ്. തലച്ചോറിന് സ്ട്രോക്ക് സംഭവിച്ച് ഒരു സെല്ല് നഷ്ടപ്പെട്ടാൽ മതി, വായിലേക്ക് കൊണ്ടുപോയ വെള്ളം അന്നനാളത്തിലേക്ക് ഇറക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല, അത് ശ്വാസനാളത്തിലേക്ക് പോകും. ഇതൊക്കെ റബ്ബിന്റെ നിശ്ചയങ്ങളല്ലേ? ആ റബ്ബിന് ഈ ഭൂമിയിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ പതിവുകൾ നിശ്ചയിച്ചു തന്നതുപോലെ ലോകത്ത് വ്യത്യസ്തങ്ങളായ പതിവുകളെ റബ്ബ് നിശ്ചയിച്ചു കൊടുക്കും അല്ലാഹുവിന്റെ ആളുകൾക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, എനിക്ക് നുബുവത്ത് കിട്ടിയ ആദ്യ രാത്രികളിൽ, ആദ്യകാലങ്ങളിൽ മക്കയിലെ കല്ലുകൾ എന്നോട് സലാം പറഞ്ഞിരുന്നു. ഇന്നി ലഅരിഫുഹാ അൽആൻ. ഏതു കല്ലുകളാണ് ആ സലാം പറഞ്ഞത് എന്ന് എനിക്കറിയാം. കല്ലുകൾക്ക് വർത്തമാനം പറയാൻ കഴിയോ? ആരാണ് കല്ലുകളെ കൊണ്ട് വർത്തമാനം പറയിപ്പിച്ചവൻ? അല്ലാഹുവല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട്, അവസാന കാലഘട്ടം എത്തിക്കഴിഞ്ഞാൽ മഹ്ദി ഇമാമ് ശത്രുക്കളുമായിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി വരും. ആ സമയത്ത് മഹ്ദി ഇമാമ് സഞ്ചരിക്കുമ്പോ മഹ്ദി ഇമാമിനോട് മരങ്ങൾ വർത്തമാനം പറയും. യാ മഹ്ദിയ്യു വറാഅനാ യഹൂദി. ഞങ്ങളുടെ പിറകിൽ ഒരു ജൂതൻ നിങ്ങളെ അപായപ്പെടുത്താൻ തക്കം പാർത്തിരിക്കുന്നുണ്ടെന്ന് ഓർക്കിടും മരങ്ങൾ വർത്തമാനം പറയുമെന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. മരങ്ങൾ എങ്ങനെയാ വർത്താനം പറയാ? മനുഷ്യന്റെ മാത്രം പ്രത്യേകതയല്ലേ നുതുഖ്, മൊഴി? അത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. എന്നാൽ ആ പ്രത്യേകതയെ തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ഒരു ഉറുമ്പിന് വെച്ചു കൊടുത്തത്. ഖാലത്തിൻ നംല, ഉറുമ്പ് വർത്തമാനം പറഞ്ഞു എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. യാ അയ്യുഹൻ നംലു ഉദ്ഖുലൂ മസാകിനകും ലാ യഹ്തിമന്നകും സുലൈമാനു വജുനൂദു. ഒരു ഉറുമ്പ് വർത്തമാനം പറയുന്നു, മറ്റു ഉറുമ്പുകളോട് പറഞ്ഞു കൊടുക്കുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും സംഘവും നിങ്ങളെ ചവിട്ടിയേക്കാം, ശ്രദ്ധിക്കണേ. ഉറുമ്പ് വർത്തമാനം പറഞ്ഞ കഥ ഖുർആൻ പറഞ്ഞപ്പോൾ ചില ആളുകൾക്ക് അത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കോഴിക്കോട്ടുണ്ടായിരുന്ന ഒരു ഖുർആൻ വ്യാഖ്യാതാവ് ഉറുമ്പ് എന്ന ആ വാക്കിനെ പരിഭാഷപ്പെടുത്തിയത് നംലത്ത് എന്ന ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജകുമാരി എന്നാണ്. വിശുദ്ധ ഖുർആനിനെ ഉറുമ്പ് വർത്തമാനം പറഞ്ഞു എന്ന് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ആ മുഅ്ജിസത്തിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ട് എത്രയെത്ര സംഭവങ്ങൾ. ഇതെല്ലാം അല്ലാഹു തആല തീരുമാനിച്ചു കൊടുത്തതല്ലേ?
അള്ളാഹു താല സംവിധാനിച്ചതല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വഹാബത്ത് പറയാൻ, ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു, മുസ്ലിം തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. നബി തങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ ഫനസ്മഉ തസ്ബീഹത്ത തആമി വഹുവ യഅകുൽ, അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഭക്ഷണം തസ്ബീഹ് ചൊല്ലുന്നത് ഞങ്ങൾ കേട്ടിരുന്നു. സ്വഹാബത്ത് പറയാം, ഭക്ഷണത്തിന്റെ തസ്ബീഹ് എങ്ങനെയാണത് കേൾക്കുന്നത്? അത് അല്ലാഹു തആല അവന്റെ ഇഷ്ടക്കാരായ ആളുകൾക്ക് വ്യത്യസ്തങ്ങളായ പതിവുകളെ നമുക്കില്ലാത്തത് ഉണ്ടാക്കി കൊടുക്കും. അത് ഈ ലോകത്തിന്റെ പതിവാണ്. ആ പടച്ച റബ്ബ് ഈ ലോകത്തെല്ലാം സംവിധാനിച്ച പോലെ ആ റബ്ബിന് അള്ളാഹുവിന്റെ തിരുദൂതരെ ആകാശാരോഹണം നടത്താൻ എന്ത് തടസ്സമാണുള്ളത്? ഈ പ്രപഞ്ചത്തിലെല്ലാം അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലൂടെയല്ലേ. നോക്കൂ, നമ്മൾ ഈ കാണുന്ന പ്രകാശം ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ ആണ് ഒരു പ്രകാശം സഞ്ചരിക്കുക. ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ അതിവേഗതയിൽ സഞ്ചരിക്കുന്ന ക്ഷണനേരം കൊണ്ട് 7 ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ കഴിവുള്ളവരായിരുന്നു മലക്കുകൾ. ആ മലക്കുകളുടെ കൂട്ടത്തിൽ ശദീദുൽ ഖുവ, ഏറ്റവും കരുത്തുള്ള മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൂടെയാണ് മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോയത്. ആരാണ് അല്ലാഹുവിന്റെ റസൂൽ? നമ്മളെ പോലെയാണോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് നൂർ എന്നാണ് പറഞ്ഞതെങ്കിൽ, പ്രകാശം എന്നാണ് പറഞ്ഞതെങ്കിൽ, അള്ളാഹുവിന്റെ ഹബീബിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്താ? വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി സിറാജൻ മുനീറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രകാശമല്ല, മുനീറാൻ. ആവശ്യമുള്ള പ്രകാശം സ്വീകരിച്ച് ബാക്കിയുള്ളതിന് മറ്റുള്ളവയിലേക്ക് കൊടുക്കാൻ മാത്രത്തിൽ പാകമുള്ള ദാതീയത്തിന്റെ ഉടമസ്ഥനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ആ മുനീറായ പ്രകാശത്തെ ചൊരിഞ്ഞു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹു തആല ആകാശാരോഹണം നടത്തി എന്ന് പറയുമ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ മനുഷ്യന്റെ ബുദ്ധിക്ക് സാധ്യമാകാതെ വരുന്നത് ഞാൻ എന്റെ ബുദ്ധിയുടെ അടിമയായതുകൊണ്ടാണ്. ഞാൻ എന്റെ ബുദ്ധിയുടെ അടിമയാണെങ്കിൽ എനിക്ക് ലോകത്ത് കുറച്ചു കാര്യങ്ങൾ മാത്രമേ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കാൻ കഴിയില്ല. റബ്ബിന്റെ അടിമയാകണം. അള്ളാഹു തന്നെ പറഞ്ഞില്ലേ, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോയതാണ്. ആരാണ് കൊണ്ടുപോയത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപൻ കൊണ്ടുപോയതാണ്. കൊണ്ടുപോയി. അബ്ദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അബ്ദ് എന്ന വാക്ക് പലയിടങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അബ്ദ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ മനുഷ്യന്റെ ദേഹവും ദേഹിയും അവന്റെ ശരീരവും ആത്മാവും ഒരുമിച്ച് ചേരുമ്പോൾ മാത്രം പറയാൻ സാധ്യമാകുന്ന പ്രയോഗമാണ് അബ്ദ്. ഖുർആൻ എല്ലായിടത്തും അങ്ങനെയാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് മുസ്ലിം ലോകം ഐക്യകണ്ഠേന പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം തന്നെ പോയി. ഒരു രാത്രിയൊന്നും വേണ്ട അള്ളാഹുവിനെ ആകാശാരോഹണം നടത്തി മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മടക്കി കൊണ്ടുവരാൻ. പിന്നെ ഒരു രാത്രി എടുത്തത് എന്തിനാണ്? അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അള്ളാഹു തആല സവിശേഷമായി ഏറ്റെടുക്കുകയും പരിഗണിക്കുകയും എന്തൊക്കെ പ്രക്രിയകൾ അവിടെ നടന്നു. പ്രവാചകന്മാർക്ക് ഇമാമ നിന്നു. ഓരോ ആകാശങ്ങൾ കയറിപ്പോകുമ്പോഴും നിരവധി നബിമാരെ കാണുന്നു. അവസാനം അവിടുന്ന് അള്ളാഹുവിനുമായിട്ടുള്ള ലിഖാഇൽ മുനാജാത്തിൽ നിസ്കാരം എന്ന് പറയുന്ന അള്ളാഹുവിന് സവിശേഷമായി ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഇബാദത്തിനെ സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ഒരു പ്രക്രിയക്ക് വേണ്ടിയാണ് രാത്രി വന്നത്. പോയി വരാൻ ഒരു രാത്രി പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാര്യത്തിൽ വേണ്ട. ഇത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. ഈ യഖീൻ ഇതിൽ മാത്രമല്ല, ഒട്ടനേകം കാര്യങ്ങൾ ഖുർആനിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ നമ്മുടെ കേവല യുക്തി കൊണ്ട് കണ്ടെത്താൻ കഴിയാത്ത അത്ഭുതങ്ങളാണ്. സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് കാണാൻ കഴിയാത്ത അത്ഭുതങ്ങളാണ്. എന്തിലേറെ പറയണം, മനുഷ്യരായ നമുക്ക് പോലും ആ നൂറാനീയത്തിന്റെ ലക്ഷണങ്ങളോ അതിന്റെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ മിന്നൽ പിണർ പോലെ സിറാത്ത് കടക്കാൻ കഴിയുമെന്നല്ല. 3000 കൊല്ലം വേണം സിറാത്ത് പാലം കടക്കാൻ, 3000 കൊല്ലം. പക്ഷേ അള്ളാഹുവിന്റെ മുഅ്മിനീങ്ങളായ സച്ചരിതരായ അടിമകൾ കൽ ബർഖിൽ ഖാതിഫ്, ഒരു മിന്നൽ പിണർ പോലെ അത് വിട്ടുകടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 50,000 കൊല്ലമാണ് മഹ്ശറിലെ അള്ളാഹു തആല ഓരോ അടിമകളുടെയും ദിവസങ്ങളെ കണക്കാക്കുന്നത്. ഒരു ദിവസം തീരണമെങ്കിൽ 50,000 കൊല്ലത്തിന്റെ സമയമെടുക്കണം. പക്ഷേ അത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളാകുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വളരെ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, 2 റക്അത്ത് നിർവഹിക്കുന്ന ഖദർ മതി. 2 റക്അത്ത് ഒരു നിസ്കാരവും നിർവഹിക്കുന്ന സമയം മതി ഒരു വിശ്വാസിയുടെ ആ നടപടിക്രമങ്ങൾ മഹ്ശറിൽ പൂർത്തിയാകാൻ. നമുക്ക് പോലും അങ്ങനെയാണ്. നമ്മുടെ കൈകൾ പോലും അവിടെ വർത്താനം പറയുമെന്നാണ്. ഇത് റബ്ബിന്റെ ലോകമാണ്. ആ ലോകത്ത് റബ്ബ് നിശ്ചയിക്കുന്ന കാര്യങ്ങളുണ്ട്. അത് വിശ്വസിക്കലാണ് നമ്മുടെ ബാധ്യത. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആ യഖീനുകളാണ്. നോക്കൂ, മിഅ്റാജിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മിലേക്ക് പറഞ്ഞു തന്ന
ദൃഷ്ടാന്തങ്ങളുടെ വിവരങ്ങൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. നിരവധി ഒട്ടേറെ ഹദീസുകൾ ആ കാഴ്ചയെക്കുറിച്ചുള്ള വർത്തമാനങ്ങളാണ്. അത് ഉൾക്കൊള്ളാനും വിശ്വസിക്കാനും നമുക്ക് കഴിയണം. ഉള്ളിൽ കടുത്ത യഖീൻ ഉണ്ടാകണം. നമ്മൾ നമ്മുടെ യുക്തിയുടെ അടിമയാകുന്നതിന് പകരം പ്രപഞ്ചാധിനാഥനായ റബ്ബിന്റെ അടിമയാവുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നമുക്ക് ഏറ്റവും വലിയ ഇബാദത്തിന് കൂലിയുള്ള, നമ്മുടെ അമലുകൾക്കും അദ്കാറുകൾക്കും പ്രതിഫലം കൂടുതലുള്ള ഈ മാസത്തിൽ, നാളത്തെ ദിവസത്തിൽ നമുക്ക് പ്രത്യേകമായി നോമ്പെടുക്കൽ സുന്നത്താണ്. ഷാഫിഈ മദ്ഹബിലെ വളരെ പ്രഗത്ഭരായ ഇമാമിങ്ങൾ, ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു, ഇമാം ബാജൂരി, ഇമാം സക്കരിയ അൻസ്വാരി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ജീലാനി റഹ്മഹുല്ലാഹ്, ഇങ്ങനെ തുടങ്ങി വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാരൊക്കെ ആ കാര്യം പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പുണ്യം സ്വീകരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്.